ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനായി ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്കില്ല. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, അപ്പോൾ ഇത്തവണയും ഈ ടൂർണമെന്റിലും ഇന്ത്യ അങ്ങോട്ടേക്ക് പോകുന്നില്ല, പാകിസ്ഥാനിലേക്ക്, അയൽരാജ്യത്തേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ തീരുമാനം ഏറെക്കുറെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബയലാറ്ററൽ ക്രിക്കറ്റ് ബന്ധങ്ങളും ഉപേക്ഷിച്ചതാണ്. അന്നു മുതൽ ഇന്ത്യ ഒരിക്കൽ പോലും അവിടെ പോയി പരമ്പര കളിക്കാനോ പാകിസ്ഥാൻ ടീമിനെ മാത്രമായി ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് ടൂർണമെൻറ്റുകൾ നടത്താനോ തയ്യാറായിരുന്നില്ല. ആകെ പാകിസ്ഥാൻ ടീം ലോകകപ്പ് അടക്കമുള്ള ടൂർണമെൻറ്റുകൾക്കായി ഇന്ത്യയിലേക്ക് വന്നു എന്നത് മാത്രമാണ്. പക്ഷേ ഇന്ത്യ യാതൊരു തരത്തിലുള്ള ടൂർണമെൻറ്റിനും അവിടേക്ക് പോയില്ല. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ പോലും അങ്ങനെയാണ് ഉണ്ടായത്. ഇന്ത്യക്ക് പാകിസ്ഥാനിൽ പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെ മത്സരം ഹൈബ്രിഡ് മാതൃകയിൽ, അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടത്തേണ്ട അവസ്ഥ വന്നു. പക്ഷേ ICC ടൂർണമെൻറ്റിൽ അങ്ങനെയൊന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അക്കാര്യത്തിലൊരു കടുംപിടുത്തം പിടിക്കുക തന്നെയാണ് ചെയ്തത്. ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അക്കാര്യം തന്നെയാണ് പറയുന്നത്. ഇന്ത്യൻ താരങ്ങൾക്ക് അവിടെ സുരക്ഷ ഒട്ടും തന്നെ ഉറപ്പില്ല. ഇന്ത്യൻ താരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ ശ്രീലങ്കൻ ടീമിന് നേരെയൊക്കെ തന്നെ ഭീകരാക്രമണം ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഇന്ത്യൻ ടീമിനുമെതിരെയും എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, പോകുന്നത് ഒട്ടും തന്നെ അനുയോജ്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു നിർണായക യോഗം ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. നേരത്തെ കിട്ടിയ വിവരം അനുസരിച്ച് 4 മണിക്ക് തുടങ്ങും എന്നുള്ളതാണ്. ICC ആണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായിട്ടുള്ള BCCI, അതുപോലെ തന്നെ പാക് ക്രിക്കറ്റ് ബോർഡ് അടക്കമുള്ളവരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതായത് എന്താണ് ഈ ടൂർണമെൻറ്റ് നടത്തിപ്പിന് ഇന്ത്യയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയുള്ള എന്താണ് നടത്തിപ്പ് സാധ്യത എന്നുള്ളതാണ്. 3 വഴികളാണ്. ഒന്ന്, ടൂർണമെൻറ്റ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹൈബ്രിഡ് മാതൃകയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റേതെങ്കിലും UAE പോലുള്ള വേദികളിൽ നടത്തുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ ഇന്ത്യക്ക് വിട്ടുനിൽക്കുക. അത് ICCക്ക് പോലും ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ICCയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് BCCI ആണ്, ഇന്ത്യൻ ടീമാണ്. അപ്പോൾ ആ ടീമിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ടൂർണമെൻറ്റ് നടത്തുക ഒട്ടും തന്നെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേത്, പാകിസ്ഥാനെ തീർത്തും അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക്, ദക്ഷിണാഫ്രിക്കയോ ഇന്ത്യ പോലുള്ള വേദിയിലേക്ക് ഈ ചാമ്പ്യൻസ് ട്രോഫി നടത്തുക എന്നുള്ളത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ 3-ൽ എന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ICCയുടെ ഒരു വാർത്താക്കുറിപ്പായി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതായത് പാകിസ്ഥാന് ഇന്ത്യയിൽ പോയി കളിക്കാമെങ്കിൽ എന്ത് തിരിച്ചു ഇങ്ങോട്ട് ആയിക്കൂടാ എന്നുള്ളതാണ് PCB ചെയർമാൻ അടക്കമുള്ളവർ ഇന്നലെ പോലും പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യയും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം ഈ അടുത്തിടെ ടൂർണമെൻറ്റ് നടക്കാനിരുന്നതാണ്. ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്നില്ല. അതേ വഴിക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ BCCI കൂടി അയക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ള അറിയാനുള്ള കാത്തിരിപ്പിലാണ്. ICCയുടെ വാർത്താക്കുറിപ്പ് വളരെ വൈകാതെ തന്നെ ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗൂഗിൾ അനിൽ, ക്രിക്കറ്റിലൊരു നയതന്ത്രം വേണ്ട എന്ന നിലപാട് ഇന്ത്യ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചു പോകുന്നതാണ്. മുമ്പ് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. വലിയ ഏറ്റുമുട്ടലുകൾ അതിർത്തിയിലടക്കം ഭീകരാക്രമണത്തിന് ശേഷം ഒരു ക്രിക്കറ്റ് കളിച്ച് കൈ എടുത്തു പോകുന്ന നിലപാടിന് വേണ്ട എന്നത് BJP സർക്കാർ സ്വീകരിച്ച നിലപാടാണ്. പക്ഷേ ഇത് ഈ ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സാന്നിധ്യം അതിനി എങ്ങനെയാവും? അത് ഇപ്പോഴും ഇത്തവണയും ഏഷ്യ കപ്പ് പോലെ ഒരു കടുംപിടുത്തത്തിൽ ഇന്ത്യയുടെ വരുതിയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ ആവശ്യപ്പെടുന്ന നിലയിലേക്ക്, ടൂർണമെൻറ്റിൻ്റെ ക്രമീകരണം മാറ്റുന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഗൂഗിൾ ICC റൂൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു ടീം ഇത്തരം കാരണങ്ങളിലൊക്കെ തന്നെ പിൻവാങ്ങുകയാണെങ്കിൽ അത് അവരെ പുറത്താക്കിക്കൊണ്ടായിരിക്കും മുൻകാലങ്ങളിലൊക്കെ തന്നെ ടൂർണമെൻറ്റ് നടത്തിയിട്ടുള്ളത്. അതിന് പല അനുഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു ടീമിനെ ഒരിക്കലും പിണക്കാൻ ICCക്ക് ആവില്ല. കാരണം ICCയുടെ ഭൂരിഭാഗം പണവും, അല്ലെങ്കിൽ സിംഹഭാഗവും പണം നൽകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ടൂർണമെൻറ്റ് നടത്തുക എന്നുള്ളത് ഒട്ടും തന്നെ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഈ വരുന്ന ഡിസംബറിൽ ICCയുടെ പുതിയ ചെയർമാനായി ഇന്ത്യയുടെ നിലവിലെ BCCI സെക്രട്ടറി ആയുള്ള ജയ്ഷ വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം കൂടി വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാന് ഇന്ത്യക്ക് മുന്നിൽ, BCCIക്ക് മുന്നിൽ വഴങ്ങുകയല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാനെ കൊണ്ട് മാത്രം ഈ ടൂർണമെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇന്ത്യ ഉണ്ടെങ്കിൽ മാത്രമാണ്, ഇന്ത്യൻ കാണികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ടൂർണമെൻറ്റ് നല്ല രീതിയിൽ പോകുകയുള്ളൂ. എന്തായാലും ICCയുടെ തീരുമാനത്തിന് വരാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരും ഇന്ത്യയും പാകിസ്ഥാൻ അടക്കമുള്ള 2 രാജ്യങ്ങളും. ശരി, ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ കളിക്കാൻ, ടൂർണമെന്റ് കളിക്കാൻ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്കില്ല എന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന വാർത്ത. അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്.